ഫ്രാൻസിലും ഇല്ല, സ്പെയിനിലും ഇല്ല. അല്ല, ഫ്രാൻസിലില്ല, സ്പെയിനിലും ഉണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗലിലും ഉണ്ട്. നമുക്കിപ്പം സിഗരറ്റ് കടയിൽ മേടിക്കേണ്ട ആവശ്യമില്ല, മെഷീൻ ഉള്ളതുകൊണ്ട് ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞാൽ മതി. തുഫേൽ ഏത് ബ്രാൻഡാണ് മേടിക്കുന്നത്? വിൻസ്റ്റൺ ആണോ? വിൻസ്റ്റൺ 4.90. ഓക്കെ. എന്താണ് വിശേഷം? അങ്ങനെ ഫൈനലി ഗൈസ്, അങ്ങനെ തുഫൈൽ ജി വന്നു കണ്ടു. തുഫൈൽ വന്നു ഗൈസ്, ഫൈനലി നമ്മുടെ തുഫൈൽ വന്നു. അത് പ്രശ്നമൊന്നുമില്ല, എല്ലാരും കാണണ്ടേ, നമ്മുടെ എല്ലാ രീതിയിലുള്ള വശങ്ങളും കാണണ്ടേ. എന്താണ് ഇതിന്റെ പരിപാടി? എന്താ ട്രാവൽ? അടിപൊളിയാണ്. 10-20 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എൻ്റെ പൊന്നട. ആദ്യം നമ്മുടെ ബോർദോയിൽ നിർത്തി, അവിടെ ഒരു 1 മണിക്കൂർ. അത് കഴിഞ്ഞ് പിന്നെന്താണ്, ചോക്ലേറ്റ്സ്, നമ്മുടെ മെയിൻ ഫേവറേറ്റ് കോഫി, അത് കുടിച്ച്. അത് കഴിഞ്ഞ് സ്പെയിനിൽ നിർത്തി. സ്പെയിനിൽ 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എടുത്ത് നേരെ ലിസ്ബൺ. പക്ഷെ അതിൽ മടുപ്പൊന്നുമില്ല കേട്ടോ, അടിപൊളി. മോഞ്ചെ നോ ജൂലെ മോഞ്ചെ. നമുക്ക് ഇന്നലെ ഫുഡ് അടിക്കാൻ പോവാം. എവിടെയാണ് നിന്റെ ഫേവറേറ്റ് പ്ലേസ്? അടുത്തുണ്ടോ? ഓക്കെ, എന്നാൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഇന്ന് തുഫയിലെ ട്രീറ്റ് ആണ്. കാശൊന്നും എടുക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. 10 രൂപ എടുക്കണ്ട എന്നാണ് എന്നെ പറഞ്ഞേക്കുന്നത്. ഞാനതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് എന്താണ്, നമ്മുടെ പേഴ്സ് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ATM കാർഡൊന്നും എടുത്തിട്ടില്ല. കാര്യം തുഫയിലുള്ളതുകൊണ്ട് കാശ് കാര്യങ്ങളൊന്നും പേടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫുഡ്, റൂമിന്റെ ചെലവ് എല്ലാം. കാര്യം ഇതാണ് ചങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്നേഹം അല്ലേ. എന്നെ കാടക്കൾ നോക്കാന്നാണ് പറയുന്നത്. ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. നമുക്കതൊന്നും വിഷയമില്ല. നമുക്ക് കടവെള്ളം മേടിച്ചു തരും നമ്മുടെ നാട്ടിലെ പോലെ. തുഫയിലൊന്നും വിഷയമൊന്നും കാര്യമില്ല. തിരുവനന്തപുരം പോലെ ഇവിടെ. തിരുവനന്തപുരത്തെ തിരുവനന്തപുരം അത് വേണ്ട. ഓക്കെ, അപ്പം ഗൈസ് നമുക്ക് എന്താണുള്ള ഫുഡ് കഴിക്കാൻ പോവാം. കാര്യം മൊത്തത്തിലൊരു നല്ല യാത്ര കഴിഞ്ഞ് വന്നല്ല, നല്ല ഒരു ഫുഡൊക്കെ അടിച്ച് ഒന്ന് സെറ്റ് ആകാം. അല്ലേ? ടിക്കറ്റ് എത്ര രൂപ? 1.5 രൂപ. നീ മര്യാദക്ക് ഇംഗ്ലീഷ് മലയാളത്തിൽ പറയും, ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാട്ടെ. ആ, എന്നിട്ട് ഏതാണ് ഏറ്റവും നല്ല എടുക്കാൻ? ഏതാണ് നല്ല? ഏത് ഒരു ദിവസം 6.50? അല്ല, 3 ദിവസത്തേക്കൊന്നുമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോമാണ്, നമുക്ക് കാണാം. എല്ലാവരും ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ കയറാനും എല്ലാവരും വന്നിരിക്കുന്നവരെ കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ സുസി നമുക്ക് നല്ലോണം വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു ദിവസം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 6 യൂറോ 80 സെൻറ്റായി. ഏകദേശം 600 യൂറോ നാട്ടിലായി. എന്തായാലും നമുക്ക് ഇന്ന് ഒരു ദിവസം ഇത് യൂസ് ചെയ്യാം. 24 ഹവേഴ്സാണ് പറഞ്ഞേക്കുന്നത്. എടാ, നാളെ വരെ യൂസ് ചെയ്യാൻ പറ്റുമോ? നാളെ ഈ ടൈം വരെ യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ പോർച്ചുഗലിലെ മെട്രോ സ്റ്റേഷനാണ് ഗൈസ്. മെട്രോ എന്തായാലും വെയിറ്റ് ചെയ്യാം. എടാ, ഇത് മെട്രോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇത് ഡയറക്ഷനാണോ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിത് എന്താണ് എയർപോർട്ടോ എന്ന് പറഞ്ഞ് കാണാം. നമ്മുടെ നമ്മുടെ പോർച്ചുഗീസിൽ എങ്ങനെയാണ് പറയുന്നത്? പോർച്ചുഗീസിലും എങ്ങനെയാണ് പറയുന്നത് എയർപോർട്ടിന്? എയർപോർട്ടോ ആണോ പറയുന്നത്? അല്ല, സ്പാനിഷിൽ എയർപോർട്ടോ എന്നാണ് പറയുന്നത്. നമ്മുടെ പോർച്ചുഗലിലെ ട്രെയിൻ വന്നു ഗൈസ്. പോർച്ചുഗലിലെ മെട്രോ വന്നു ഗൈസ്. നമ്മുടെ മെട്രോ വന്നു ഗൈസ്. നമുക്ക് എന്തായാലും മെട്രോയിൽ കയറാം. തുഫേൽ ജി സീറ്റ് പിടിച്ചോ. തുഫേലിന് നാണമാണ് ഗൈസ്. അത് പോവാ. എനിക്കറിയാന്നുള്ള പ്ലേസ് ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ വന്ന് ആദ്യമായിട്ട് കഴിച്ചൊരു സ്ഥലം.
അപ്പോൾ എന്താണെന്ത് ഇതാണ് ഗൈസ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് എന്താണേലും എക്സിറ്റ് അടിക്കാം. ഏതാണ് സ്ഥലം? അൽ നെയ്ത. ഇത് മെയിൻ സിറ്റിയാ? മെയിൻ സിറ്റി ആണോന്ന്? ഓ അടിപൊളിയാണല്ലോ, നല്ല കിടിലൻ ഗ്രൗണ്ട് കാര്യങ്ങൾ. നമുക്കിത് ഐസുകാരനൊക്കെ കാണാമല്ലോ. നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്ന? താമസിക്കും എവിടെയാ? എവിടെയാ താമസിക്കുന്നത്? ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഫുഡ് കഴിക്കാം. എവിടെ ഫുഡ് കഴിക്കുന്ന? എവിടെയാ? ഇവിടെ അടുത്താണ്. ഓക്കെ, എന്തായാലും എന്താ പോവാം. മടുത്തു ഗൈസ്. ഇനി എന്തായാലും പോയി റൂം കാര്യങ്ങളൊക്കെ പോയി സെറ്റാക്കണം. ഒരു ബായൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഫ്രീ ആണ്. ഇവിടെ അടുത്ത് അത്യാവശ്യം നല്ല ആൾക്കാർ, നല്ല സ്ട്രീറ്റാണ് കേട്ടോ. നല്ല ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ചുമ്മാ നമുക്ക് റേറ്റ് കുറവാണ്. കബാബിനൊക്കെ 2 യൂറോ 4 യൂറോ ഉള്ളൂ മെനുക്ക്. നമ്മുടെ ഫ്രാൻസിലൊക്കെ കളിയാ 8 യൂറോ 9 യൂറോ 10 യൂറോ ആണ്. ഇവിടെ എല്ലാത്തിനും 5 യൂറോ 3 യൂറോ 4 യൂറോ എല്ലാം മെനു. എന്താണെങ്കിലും പൊളിച്ചേട്ടാ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കടയിൽ നമ്മൾ കഴിക്കാൻ വന്നു മീറ്റ് ആൻഡ് ചീസ്. നമുക്ക് എന്തായാലും എടാ വെളിയിൽ പുറത്തിരുന്നാൽ പോരെ? ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കാണാം. എല്ലാവരും ഫുഡ് വെയിറ്റ് നിൽക്കുകയാണ്. നമ്മൾ തുഫേൽ എന്താ സ്പെഷ്യൽ പറയുന്നത്? ഡോണർ കബാബ്. ഓക്കെ, എനിക്ക് തന്നെ പറഞ്ഞോ. എനിക്ക് ഗ്യാലറ്റി മതി കേട്ടാ, ഗ്യാലറ്റി മതി. തൊർത്തിയസ്. അപ്പം തുഫേൽ പറഞ്ഞിട്ട് ഞാൻ ഡോണർ കബാബ് ഞാൻ ഓർഡർ ചെയ്തു. തുഫേലും ഞാനും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ഡോണർ കബാബിന് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഗൈസ്. അങ്ങനെ ഡോണർ കബാബ് വന്നു ഗൈസ്. ഫോർക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ തുഫേൽജി പോയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. എന്താണ് സ്പെഷ്യൽ പറയുക? ഇതെന്താണ് സാധനം? എന്തായാലും ഫോർക്കാലുണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. എന്താണ് സോസ്? തുഫേൽ പറഞ്ഞിട്ട് ഡോണർ കബാബ് കഴിക്കാൻ പോകും. ഡ്രിങ്ക്സ് എന്താ വേണ്ടേ? കൊക്ക സീറോ കൊക്കോള പറഞ്ഞാൽ മതി. കൊള്ളാം കേട്ടോ. നമ്മുടെ നാട്ടിലൊരു മയോണൈസിൻ്റെ രുചിയുണ്ട്. അതെ. ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ ഗാർലിക് പേസ്റ്റാ. ഇവിടെ ഗാർലിക് നമ്മുടെ അത് തന്നെ. നമ്മുടെ നമ്മുടെ മുട്ടയുടെ മറ്റേ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഇത് ഗാർലിക് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. സാധനം കൊള്ളാം കേട്ടോ. കൊള്ളാലോ. അതാണ് നമ്മുടെ അവിടെ 2 യൂറോ അല്ലേ ഉള്ളൂ. അതെ, ഈ പൈസക്ക് പാരീസിൽ തേങ്ങ കിട്ടും. 2 യൂറോക്ക് നല്ല വർത്താണ്. എന്തായാലും ഗൈസ് കബാബ് കഴിച്ചു, നല്ല അടിപൊളി. എടാ കബാബിന്റെ പേരെന്തായിരുന്നു? ഡോണർ കബാബ്. ഡോണർ കബാബ് കഴിച്ചു. എന്തായാലും ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. കാര്യം 2 യൂറോ ഉള്ളായിരുന്നു കബാബിന്. അവിടെയൊക്കെ 8 യൂറോ 9 യൂറോ കൊടുത്താണ് കബാബ് മേടിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ പോർച്ചുഗൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം നിസ്സാര എമൗണ്ടേ ഉള്ളൂ. പിന്നെ അടുത്തെന്താണ് പരിപാടി? ഗൈസ് എന്തായാലും റൂം എടുക്കാൻ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. റൂം എടുക്കാൻ പോവല്ലേ? അപ്പം നമ്മുടെ പോണ്ടിച്ചേരിയിലെ കോളനി പോലെ ഉണ്ട്. കാണൂല. അത് നാളെ കാണും. നാളെ ഞാൻ ചില്ലറ എടുത്ത് വെക്കാം. ഫ്രാൻസിലും ഇല്ല, സ്പെയിനിലും ഇല്ല. അല്ല, ഫ്രാൻസിലില്ല, സ്പെയിനിലും ഉണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗലിലും ഉണ്ട്. നമുക്കിപ്പം സിഗരറ്റ് കടയിൽ മേടിക്കേണ്ട ആവശ്യമില്ല, മെഷീൻ ഉള്ളതുകൊണ്ട്. ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞാൽ മതി. സുഫല ഏത് ബ്രാൻഡാണ് മേടിക്കുന്നത്? വിൻസ്റ്റൺ ആണോ? വിൻസ്റ്റൺ 4.90. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ രാവിലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി, ഒരു വീഡിയോയുടെ എടുക്കാം. ഹായ് വന്നു ഗൈസ്, കാണിച്ചടാ. ഇനി ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇവിടെ അവര് വില മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. റിപ്പബ്ലിക് ഓഫ് പോർച്ചുഗീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സിഗരറ്റിന്റെ റേറ്റ് ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും 4.90. കണ്ടോ? മറ്റേ നമ്മുടെ ഫ്രാൻസിൽ ഇങ്ങനത്തെ ഒരു ഇതില്ല. ഫ്രാൻസിൽ പൈസ ഇല്ലല്ലോ ഒന്നിനും. അങ്ങനെ റൂം എടുത്തു. ഞാനപ്പോൾ പെട്ടെന്ന് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഞാൻ റൂം കാണിച്ചുതരാം. ഇതാണ് റൂം. വസീഷഫ്, ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു ഹോസ്റ്റലാണ് എടുത്തേക്കുന്നത്. ഏകദേശം 4 പേരുള്ളൊരു ഹോസ്റ്റലാണ്. അറിയില്ല ആരാണ് 2 പേരെന്ന്, 3 പേരാരാന്ന് അറിയില്ല. തുഫയിൽ ഓൾറെഡി മുകളിൽ റൂം എടുത്തു. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ചെറിയൊരു നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ തലങ്ങണി, അതുപോലെ തന്നെ കമ്പിളി എല്ലാം ഉണ്ട്. ഇത് ഈ ഒരു താക്കോല് പോയി കഴിഞ്ഞാൽ 25 യൂറോ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 2000 രൂപ ആവും. എന്തായാലും ബെഡ് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കൊരു 3 ദിവസം കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഓൾറെഡി 2 പേരുണ്ട്, അറിയില്ല ആരാണ്. നമുക്ക് എന്തായാലും അവരെ പരിചയപ്പെടാം. AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് റൂം. അങ്ങനെ രാത്രി ഞാനും തുഫയിലും കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോർച്ചുഗൽ കാണാൻ വേണ്ടി രാത്രി ഒന്ന് ഇറങ്ങിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ കുളിച്ചൊന്ന് റെഡിയായി ഒന്ന് സെറ്റായി ഇറങ്ങി. ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ പാരീസിൻ്റെ പകുതിയുടെ പകുതി തിരക്കില്ല സത്യം പറഞ്ഞാലോ. അത് ചെറിയൊരു സ്ഥലമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. അല്ലടാ, ചെറിയൊരു സിറ്റിയാണ്. പക്ഷേ നീ കണ്ടിട്ടില്ല, നീ ഫറോ ഒക്കെ പോയെന്ന് കാണണം. അപ്പം ഞാൻ ഈ കണ്ടേക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ വളരെ ചെറുതായ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയാണ്. കാര്യം പാരീസ് എന്ന് പറയുന്നത് 70 കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലമാണ്. 70 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാർഡ് എടുത്തോ? എന്ത് കാർഡ്? ട്രാവൽ കാർഡ്. നമ്മൾ കാർഡ് അങ്ങോട്ട് പോകണല്ലോ. അങ്ങോട്ട് പോകണം. ഗെയിമുകാരിലൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ചെറിയ സിറ്റിയാണ് ഗൈസ്, ഒരു തീരെ ചെറിയൊരു സിറ്റിയാണ്. പക്ഷേ അത് എല്ലാം ആക്സസിബിൾ ആണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താനും. പക്ഷേ ആ ഒരു പോർച്ചുഗലിലെ ഒരു പഴയ ഒരു എന്താ പറയുന്ന ഒരു പഴയ ഒരു ആഢ്യത്വം നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല. കാര്യം അത് മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. എന്നാലും ബസ് കാണാൻ വലിയ കുഴപ്പമില്ല കേട്ടോ തുഫേൽ ജി. ബസ്സൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വൈഫൈ ഉണ്ട്. എല്ലാ ബസ്സിലും വൈഫൈ ഉണ്ട് പോർച്ചുഗലിൽ. അതെന്താ നല്ലൊരു സർവീസാണ്. കാര്യം നമ്മുടെ പാരീസിലൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ ചെറിയ പച്ചക്കറി കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വന്നൊരു ജ്യൂസ് കുടിക്കാൻ വന്നാണ് ഗൈസ്. നമ്മുടെ തുഫയിൽ ആദ്യം തന്നെ വന്നൊരു ബിയർ കാര്യങ്ങൾ അടിച്ചു. നമ്മൾ പിന്നെ ഒന്നും അടിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളൊരു ആപ്പിൾ ജ്യൂസ് ഇത് മേടിച്ചു. അപ്പോൾ ആപ്പിൾ ജ്യൂസ് എന്താണല്ലോ ഒഴിക്കാം. ഓക്കെ, എന്നാൽ ശാന്തി എന്ന് പറഞ്ഞാൽ ചേഴ്സ് എന്നാണ് അർത്ഥം കേട്ടോ.